നിങ്ങളൊരു കോളേജ് ഡ്രോപ്പ് ഔട്ടാണോ? നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങളുടെ ഭാവി തീരുമാനിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ ഒരു മിനിറ്റ് കേൾക്കൂ. ഈ കഥ നിങ്ങളുടെ ജീവിതം മാറ്റിയേക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ആപ്പിളിൻ്റെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സും കോളേജ് പഠനം പൂർത്തിയാക്കിയിരുന്നില്ല. അദ്ദേഹം കോളേജ് വിട്ടു, പക്ഷെ പഠനം അവസാനിപ്പിച്ചില്ല. തനിക്കിഷ്ടമായ ക്ലാസ്സുകളിൽ പങ്കെടുത്തു. അപ്പോഴാണ് കാലിഗ്രഫി പഠിച്ചത്. പിന്നീട് അത് തന്നെ ആപ്പിളിൻ്റെ മനോഹരമായ ഫോണ്ടുകൾക്ക് അടിത്തറയായി. ശേഷം സുഹൃത്ത് ഡാൻ കോട്ട്കെയ്ക്കൊപ്പം ഇന്ത്യയിലേക്ക് വന്നു. പണം സമ്പാദിക്കാനല്ല, ജീവിതത്തിൻ്റെ അർത്ഥവും ആത്മീയ സത്യവും അന്വേഷിക്കാനായിരുന്നു ആ യാത്ര അദ്ദേഹത്തെ തൻ്റെ അന്തർബോധത്തിൽ വിശ്വസിക്കാൻ പഠിപ്പിച്ചു. പിന്നീട് സുഹൃത്ത് സ്റ്റീവ് വോസ്നിയായ്ക്കൊപ്പം ഒരു ചെറിയ ഗാരേജിൽ ആപ്പിൾ ആരംഭിച്ചു. പക്ഷേ ജീവിതം മറ്റൊരു പരീക്ഷണം ഒരുക്കിയിരുന്നു. 30-ാം വയസ്സിൽ താൻ തന്നെ ആരംഭിച്ച കമ്പനി അദ്ദേഹത്തെ പുറത്താക്കി. ചിന്തിച്ചു നോക്കൂ, സ്വന്തം സ്വപ്നത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം തകർന്നില്ല. വീണ്ടും തുടങ്ങി, പുതിയ കമ്പനികൾ സ്ഥാപിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം പ്രതിസന്ധിയിലായ ആപ്പിൾ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. അദ്ദേഹം മടങ്ങിയെത്തി. ആപ്പിളിനെ ലോകത്തിലെ ഏറ്റവും വിജയകരമായ കമ്പനികളിൽ ഒന്നാക്കി. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ചിലപ്പോൾ ദൈവം ഒരുക്കുന്ന ഏറ്റവും വലിയ ഒരുക്കമായിരിക്കും. അടഞ്ഞ വാതിലുകൾ എല്ലാം നിങ്ങളുടെ കഥയുടെ അവസാനമല്ല. ചിലപ്പോൾ ദൈവം നിങ്ങളെ പുതിയ വഴിയിലേക്ക് നയിക്കാനാണ് അവയടയ്ക്കുന്നത്. സദൃശവാക്യങ്ങൾ 3:5-6 പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അതിനാൽ ഇന്ന് ആളുകൾ നിങ്ങളെ നിരസിക്കുന്നുണ്ടെങ്കിൽ, സാഹചര്യങ്ങൾ നിങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അധ്വാനത്തിന് ഫലം കാണുന്നില്ലെങ്കിൽ നിരാശരാകരുത്. കുഴിയിൽ നിന്ന് യോസേഫിനെ കൊട്ടാരത്തിലേക്ക് ഉയർത്തിയ ദൈവം നിങ്ങൾക്ക് അടഞ്ഞുപോയ വഴികൾക്ക് അപ്പുറം ഒരു പുതിയ വഴി ഒരുക്കാൻ ശക്തനാണ്. മനുഷ്യർ എഴുതുന്ന വിധിയല്ല അവസാന വാക്ക്. ദൈവം എഴുതുന്ന പദ്ധതിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ കഥ. അതുകൊണ്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോകൂ. ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.